ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതി നമ. ഓം ദും ദുർഗായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 15-ാം അധ്യായം. യുധാജിത് വീരസേന യുദ്ധം. ശസ്ത്രപാണികൾ മുഴുത്ത കോപവും ലോഭവും തടവി വന്നു പോരിനായി. ഒത്തിറങ്ങിയൊരു വേളയിൽ തിരക്കെത്രയോ പെരുകി വന്നിതെങ്ങുമേ. കയ്യിലേന്തിയൊരു വില്ലുമമ്പുമായി സൈന്യവാഹന സമേതനായതാ പോരിലേതുമിളകാത്തൊരായുദ്ധാജിത്തു നിൽപ്പു ഘനബാഹുദണ്ഡനായി. വീരസേന നൃപനും സ്വസൈന്യമൊത്താത്മജാത്മജഹിതത്തെയോർത്തതാ ക്ഷാത്രധർമ്മമതു സംസ്മരിച്ചു വന്നേറിനാനടരിലിന്ദ്രസന്നിഭൻ. ചൊരിഞ്ഞു കൂരമ്പുകൾ വീരസേനനാം നൃപൻ ക്രുധാ തന്നെതിരാളി തൻ്റെ മേൽ. ഗിരീന്ദ്രനിൽപ്പേ മഴ പെയ്തിടും ഘനാഘനം കണക്കെയ്തിതു സത്യവിക്രമൻ. കുതിച്ചു പായുന്നൊരു കൂർത്തുമൂർത്തര ശരങ്ങളാൽ മൂടി നൃപാലനെജ്ജവാൽ. മുറിച്ചു വിട്ടാനതുപോലെ പാഞ്ഞു വന്നെതിർത്തിടും വൈരിശരോത്കരത്തെയും. ഗജരഥതുരകപ്പോരേവമത്യുഗ്രമായി സുരനരമുനിമാരപ്പോരു വീക്ഷിച്ചു ഘോരം. പിശിതരുചി മുഴുത്താക്കാകഗൃധ്രാദിനാനാ വിഹഗഗതി പറന്നാ വ്യോമരംഗം മറഞ്ഞു. മത്തേ ഭവീരതുരകങ്ങൾ മരിച്ചു വീണു ചോരപ്പെരുമ്പുഴയൊലിപ്പതു കണ്ടുവെങ്കിൽ. പാപങ്ങൾ ചെയ്ത നരർ തങ്ങളുടെ ദൃഷ്ടിമാർഗം പ്രാപിച്ച വൈതരണി പോൽ ഭയമേകുമാർക്കും. കുലം തകർക്കുമൊരു സൂര്യജയിൽ കളിക്കായി തത്രത്യർ ബാലകരെറിഞ്ഞ ചുരയ്ക്ക പോലെ. പോരിൽ തെറിച്ച നരമസ്തകമൊട്ടനേകം ശോഭിച്ചു ചോരയലയിൽ തലനാരുമായി. തേരിങ്കൽ നിന്നുയിരുപോയി ഭുവി വീണ വീരൻ തന്മീതെ വട്ടമിടുമാമിഷകാമി ഗൃധ്രം. തൻ കാന്തമാമുടലു കണ്ടതു വീണ്ടുമേറാൻ കാക്ഷിച്ചു ജീവനലയും നിലയാചരിച്ചു. പോരാടി വീണ നൃപനസ്സു വിമാനമേറി സ്വാംഗസ്ഥയാമരനാരിയൊടോതിടുന്നു. കണ്ടാലുമെന്നുടൽ മനോജ്ഞമതാകിടപ്പു പോർമന്നിലമ്പുകൾ തരച്ച ഈ സുന്ദരാംഗി. ഹാ വൈരിയോടടരിലേറ്റു മരിച്ചൊരുത്തൻ സ്വർവേശ്യയൊത്തു വിമാനവുമേറി നിൽക്കെ. തദ്ധർമ്മപത്നി നിജമാമുടലാശു തീയിൽ ചുട്ടാത്മകാന്തനെ ഹഠാൽ പിടികൂടിടുന്നു. അന്യോന്യമേറ്റു പടവെട്ടി മരിച്ച രണ്ടു സേനാനിമാരൊരുമയാർന്നു ദിവംഗമിക്കെ. ഏകാപ്സരസ്സിൽ മനമൂന്നിയണഞ്ഞു മുട്ടിപ്പോർ ചെയ്തു ഹന്ത കലഹപ്രിയരങ്ങു വീണ്ടും. നാഗം ഗമിച്ചൊരു യുവാവു ഗുണം തികഞ്ഞ ലാവണ്യമേറുമൊരു തയ്യലൊടത്ത ഹർഷം. പ്രേമത്തൊടും നിജഗുണങ്ങളെ വാഴ്ത്തി വാഴ്ത്തി ആ പ്രേമദാത്രിയെ അവൻ വശമാക്കി മുറ്റും. പൊങ്ങിപ്പറന്നു പൊടി മൂടിയിരുട്ടുകെട്ടി മാനത്തിലേറെ മറവാണ്ടൊരു സൂര്യബിംബം. ചോരപ്പെരും കടലിലാശു കുളിച്ചു മുങ്ങി നീർന്നപ്പോഴൊട്ടധികമാം തെളിവൊത്തു മിന്നി. വിണ്ണിൽ ഗമിച്ചവിടെ രൂപഗുണങ്ങളൊത്തു
നൽപ്രേമ വായ്പു പൊഴിയും സുരകന്യയാളെ പൂണ്ടില്ല മറ്റൊരു പുമാൻ വ്രതഭംഗഭീരു തൻ പേരു പോമിതി വിശങ്കിതനായി സമർത്ഥൻ. ഏവം നടന്നൊരപ്പോരിൽ യുധാജിത്താം നൃപാലകൻ തീവ്രബാണങ്ങളെയ്തെയ്തു വീഴ്ത്തിനാൻ വീരസേനനെ. തല പൊട്ടിത്തകർന്നാശു വീണാൻ മന്നിങ്കലാ നൃപൻ. ചിതറിപ്പോയ തത്സൈന്യം പാഞ്ഞുപോയി നാലു ദിക്കിലും. പടക്കളത്തിൽ വെച്ചച്ഛൻ മരിച്ചെന്നു കേൾക്കവേ പേടിച്ചുപോയി ശത്രുവൈരം പേർത്തുമോർത്തു മനോരമ. ദുഷ്ടനാമായുധാജിത്താം പാപിയൻ കൊച്ചുപുത്രനെ കൊല്ലും ലോഭം കൊണ്ടു നൂനമെന്നാ രാജ്ഞി വിഷണ്ണയായി. എന്തു ചെയ്യേണ്ടു ഞാൻ, എങ്ങു പോവുമെൻ താതനോ ഹതൻ, ഭർത്താവും മൃതനായെൻ്റെ മകനോ കൊച്ചുകുട്ടിയും. ലോഭം പെരുമ്പാപി അതു മോഹിപ്പിച്ചിടുമാരെയും അതിൻ വശത്താണ്ട ദുഷ്ടൻ ചെയ്യാതെന്തുള്ളു പാരിതിൽ. അമ്മയച്ഛൻ ബന്ധുവർഗം സ്വജനം സോദരൻ ഗുരു ഏതാളെയും ലോഭമാണ്ടോൻ ഹനിക്കും നിനവെന്നിയെ. ഭക്ഷിച്ചിടുമഭക്ഷ്യത്തെ ഗമിച്ചിടുമഗമ്യയെ അത്യാർത്തിമൂർത്തൊരാളേതു ധർമ്മത്തെയും ത്യജിച്ചിടും. വേണ്ടത്ര ബലമുള്ളോനായാരുണ്ടിങ്ങു സഹായമായി ഏതാശ്രയത്തിൽ നിന്നീയൻ പൊടിയെ കാത്തിടേണ്ടു ഞാൻ. എൻ്റെ ഈ മകനെ കൂടി കൊന്നാലോ ചെയ്വതെന്തിവൾ, ഈ മന്നിലാരുണ്ടിവളെ കാത്തുരക്ഷിച്ചു കൊള്ളുവാൻ. സപത്നിയാകുമാലീലാവതിക്കും പക തോന്നിടും എൻ പുത്രനിലവൾക്കെന്നും കനിവുണ്ടായി വരാവതോ. യുധാജിത്തെത്തിയാൽ പിന്നെ ആകാരക്ഷപ്പെടാനുമേ കുഞ്ഞെന്നു കണ്ടൻ മകനെ തുറങ്കിലിടുമാ നൃപൻ. പണ്ടിന്ദ്രൻ ദൈത്യമാതാവിനുദരത്തിൽ കടന്നുടൻ മുറിച്ചു കൊച്ചു വജ്രത്താലേഴായി ഗർഭസ്ഥ ബാലനെ. ഏഴിനെയും വീണ്ടുമേഴായി മുറിച്ചങ്ങനെയാണുപോൽ 49 വായുക്കൾ വിണ്ണിലുണ്ടായി വന്നതും. പണ്ടൊരിക്കൽ സപത്നിക്കു ഗർഭനാശം വരുത്തുവാൻ കൊടുത്തുപോൽ വിഷം മറ്റേ സപത്നിയതു ഹേതുവായി. ഉണ്ടായിപ്പോൽ സ്വശരീരത്തിൽ ഗരമാണ്ടൊരു ബാലകൻ അവനത്രേ സകരനെന്നങ്ങു കേളിയെഴും നൃപൻ. ഭർത്താവു വാഴ്കെ താൻ കാട്ടിലയച്ചാൾ ജ്യേഷ്ഠപുത്രനെ രാമനെ. കൈകേയി ഏവം മൃതനായി പങ്ക്തിഭൂപനും. സുദർശനൻ തന്നെ രാജാവാക്കാനിച്ഛിച്ച മന്ത്രിമാർ അവശന്മാർ യുധാജിത്തിൻ വശമാണ്ടിന്നു വാഴ്കയാം. എന്നെ ഈ കെട്ടിൽ നിന്നൊന്നു രക്ഷിക്കാൻ ശൂരനായൊരാൾ ഭ്രാതാവായില്ലമേ കഷ്ടമിതു ദൈവേച്ഛ തന്നെയാം. യത്നം ചെയ്യണമെമ്മട്ടും ഭാഗ്യം പോൽ വന്നിടും ഫലം. പുത്രരക്ഷയ്ക്കുപായത്തെ ചെയ്വൻ ഞാൻ താമസം വിനാ. ഏവമബ്ബാല ചിന്തിച്ചു ബഹുമാന്യൻ വിദള്ളനെ ഓർത്താളേതിലുമത്യന്ത വിദഗ്ധൻ മന്ത്രിമുഖ്യനെ. ഏകാന്തത്തിൽ വിളിച്ചോതി മന്ത്രിയോടവൾ ദീനയായി കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ടിടനെഞ്ഞു മുറിഞ്ഞുമേ. മരിച്ചുപോയി പോരിലച്ഛൻ പുത്രനോ കൊച്ചുബാലനും മഹാശക്തൻ യുധാജിത്തു ചെയ്വതെന്തോദണം ഭവാൻ.
വിതള്ളനവളോടോതി ഇങ്ങു നിൽക്കരുതിന്നിനി നാം. ഗംഗാതീരത്തെഴും കാട്ടിലേക്കു പോകുക നാമിനി. തത്ര വാണരുളും ശ്രീമാൻ ബലവാനെൻ്റെ മാതുലൻ. സുബാഹുവെന്ന വിഖ്യാതൻ നിനക്കു തുണ നൽകിടും. യുധാജിത് നൃപനെ കാണാൻ നഗരത്തിൽ വിളിക്കു നാം. ചെന്നു തേരേറിയുടനെ പോകാം ശങ്കിക്ക വേണ്ടതിൽ. അതു കേട്ടാ രാജ്ഞി ചെയ്തു ലീലാവതിയോടോതിനാൾ. അച്ഛനെ ചെന്നു കാണാൻ പോയി വരട്ടെ സുലോചനെ എന്നോദിത്തേരേറിയുടൻ സൈരന്ധ്രിയൊടുമവ്വിധം. വിതല്ലനോടും ചേർന്നെത്തി നഗരത്തിൻ വെളിക്കവൾ. ആധിയും പേടിയും പൂണ്ടു മൃതനാം സ്വപിതാവിനെയും യുധാജിത്താം മന്നനെയും കണ്ടേറ്റം ദീനയായി സതി. പേടിച്ചു വിറയും പൂണ്ടു സംസ്കാരാദികൾ ചെയ്തുടൻ. 2 നാൾ കൊണ്ടു ചെന്നെത്തി ഗംഗയാറിൻ കരയ്ക്കവൾ. മൂർഖന്മാരാം നിഷാദന്മാർ വന്നു കൊള്ളയടിക്കയാൽ ധനവും തേരുമെല്ലാം പോയി പാടുപെട്ടാർ വഴിക്കവർ. കരഞ്ഞു കുഞ്ഞുമായൊറ്റ ഉടുവസ്ത്രവുമായവൾ കയ്യാൽ തൻ തോഴി താങ്ങി കൊണ്ടെത്തി ജാഹ്നവി തൻ തടം. പേടിച്ചു പൊങ്ങുതടിയൊന്നേറിയുൾക്കിടിലത്തൊടും ഗംഗാനദി കടന്നെത്തി ത്രികൂടാചലമങ്ങവൾ. ഭരദ്വാജാശ്രമത്തിങ്കൽ ഭയവിഹ്വലയായുടൻ ചെന്നു താപസരെ തത്ര കണ്ടു നിർഭയയായി തഥാ. മുനി ചോദിച്ചിതവളോടാരു നീ കാന്തനാരുവാൻ. എമ്മട്ടിങ്ങെത്തി വിഷമിച്ചോതിയാലും ശുചിസ്മിതേ. ദേവിയോ നീ മാനുഷിയോ കൊച്ചുപുത്രനുമായി നീ നാടുവിട്ടിക്കാട്ടിലേക്കു പോന്നതെന്തിനു സുന്ദരി. മുനിയേവം കഥിച്ചിട്ടും ചൊന്നില്ലേതും വരാങ്കന. കരഞ്ഞും ചുടുവീർപ്പിട്ടും പ്രേരിപ്പിച്ചാൾ വിതല്ലനെ. ധ്രുവസന്ധി നൃപാലൻ തൻ ധർമ്മധാരങ്ങളാണിവൾ. വിതല്ലൻ മുനിയോടോതി മനോരമയിവൾക്കു പേർ. സിംഹത്താൽ ഹതനായി സൂര്യവംശജൻ ബലവാൻ നൃപൻ. ആ മന്നൻ തൻ മകനിവൻ പേരുകൊണ്ടു സുദർശനൻ. അതിധർമ്മിഷ്ഠനിവൾ തന്നച്ഛനി കൊച്ചു കാരണം. യുധാജിത്തോടേറ്റു ചത്തു പേടിയാൽ പോന്നിതിങ്ങിവൾ. ഈ കൊച്ചു കുഞ്ഞെഴുമിവൾക്കങ്ങു താൻ ശരണം മുനെ. ഈ നൃപാത്മജതൻ ത്രാതാവായി ഭവിക്ക മഹാമതേ. യജ്ഞത്തേക്കാൾ പുണ്യമല്ലീയാർത്ത സംരക്ഷണം മുനെ. വിശിഷ്യ ഭയസംത്രസ്തയായ ദീനയയാവുകിൽ. ഋഷി: ഭദ്രേ പേടിക്കാതെ വാഴ്ക പുത്രനോടൊത്തു സുവ്രതേ. വേണ്ടതെല്ലാം വിശാലാക്ഷി ശത്രുസംഭവമാം ഭയം. രാജാവായി തീരുമീയോമൽ സുതൻ പാലിച്ചു കൊള്ളുക നീ. ഇവിടെ ദുഃഖമോ ഭീയോ സംഭവിക്കില്ലൊരിക്കലും. വ്യാസൻ: സ്വസ്ഥയായി തീർന്നിതാ രാജ്ഞി മുനിയേവം കഥിക്കവേ. ആടലന്യേ പാർത്തു മുനിദത്തമാം പർണശാലയിൽ. വിതല്ലനോടും തൻ ചേടിയോടുമൊത്തവിടെത്തതാ. മകനെയും കാത്തുപോറ്റി നാൾ കഴിച്ചാൾ മനോരമ. 15-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ അംബായേ നമഃ.